പ്പെടുകയാണ്. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം പെട്ടെന്നൊരാളെന്ന് വായിച്ച്. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവർ അല്ല, മറിച്ച് ആത്മസ്വഭാവമുള്ളവരാണ്. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ. ഒരാൾ യോഹന്നാൻ സുവിശേഷം 15-5 വാക്യം പെട്ടെന്ന് വായിച്ച്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നോട് ദൈവാത്മാ പറഞ്ഞ ദൈവശബ്ദം, അവൻ വളരെ ഫലം കായ്ക്കണമെങ്കിൽ എൻ്റെ മേൽ വെളിപ്പെട്ട ആത്മാവും അവൻ്റെ മേൽ വെളിപ്പെട്ട ആത്മാവും ഒന്നാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ പിന്നെ നീ നിയന്ത്രിക്കപ്പെടുന്നത് നിന്റെ ജഡത്തിനനുസരിച്ചല്ല. നല്ല രാമയും പറഞ്ഞു. ഈ ജഡ സ്വഭാവം അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനർത്ഥം നിന്റെ അകത്ത് ദൈവാത്മാവ് ഉണ്ടാകയില്ല. പക്ഷേ ആത്മമണ്ഡലത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളാണ് നീ എങ്കിൽ നിന്നോടുള്ള ദൂത്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത്, എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഒരു വാക്കിങ്ങനാണ്, ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിലുള്ള ഐക്യതയാണ് ആത്മാവിൻ്റെ ഫലം. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിലുള്ള ഐക്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ ജഡ സ്വഭാവത്തെ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നീ നിയന്ത്രിക്കപ്പെട്ടു വരുമ്പോൾ, ആ ഐക്യതയ്ക്കനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ഒന്നാണ് ആത്മാവിൻ്റെ ഫലം.